വിശദമായ നാട്ടുവർത്തമാനത്തിലേക്ക്. കാസർഗോഡ് കുഞ്ചത്തൂരിൽ യുവാവ് മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് വ്യക്തമായി. ഭാര്യയെയും കാമുകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കർണാടക രാമപൂർ സ്വദേശിയും തലപ്പാടി ദേവിപുരിൽ താമസക്കാരനുമായ ഹനുമന്തിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. മൃതദേഹം ഉപേക്ഷിക്കാൻ 6 കിലോമീറ്ററോളം ബൈക്കിൽ കെട്ടിവലിച്ചു കൊണ്ടുവന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി. വിവരങ്ങളുമായി KV ബൈജു ചേർന്നു. ബൈജു, എങ്ങനെയാണ് കൊലപാതകത്തിന്റെ വിവരം? എന്താണ് പോലീസ് നൽകുന്ന സൂചനകൾ? ആതിര, ഈ മാസം 5-ന് പുലർച്ചെ 2 മണിയോടെ മംഗളൂരുവിലെ ഹോട്ടലടുത്ത് ഈ ഹനുമന്ത വീട്ടിലെത്തിയപ്പോൾ ഭാര്യയ്ക്കൊപ്പം കാമുകനെ കണ്ടതിനെ ചൊല്ലി ഈ വാക്കുതർക്കമുണ്ടാകുകയും പിന്നീട് രണ്ടുപേരും ചേർന്ന് ഈ ഹനുമന്തയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കട്ടിലിലേക്ക് വീണ ഹനുമന്തയെ കാമുകൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ മരണവെപ്രാളത്തിൽ ഹനുമന്ത കാലുകൾ നിലത്തിട്ടടിക്കുമ്പോൾ ഭാര്യ കാലുകൾ അമർത്തിപ്പിടിക്കുകയായിരുന്നുവെന്ന് ഈ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രണ്ടുപേരും മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. സ്കൂട്ടറിൽ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കെട്ടി റോഡരികിൽ കൊണ്ടുപോയായിരുന്നു. എന്നാൽ വള്ളി ഇങ്ങനെ താഴെ വീണപ്പോൾ ആ മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. എന്തായാലും അപകട മരണമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. ഈ കാമുകനും അതുപോലെ തന്നെ ഭാര്യയും ഇപ്പോൾ മഞ്ചേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. CI ഷൈൻ, അതുപോലെ തന്നെ SI രാഘവൻ എന്നിവരെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നത്. എന്തായാലും ഈ ഒരു ഭർത്താവിനെ കൊലപ്പെടുത്തി ഒരു അപകട മരണം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ ഭാര്യയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടായത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ആതിര, കാസർഗോഡ് കുഞ്ചത്തൂരിൽ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി. ഭാര്യയും കാമുകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളാണ് ബൈജു നൽകിയത്. മലപ്പുറം തേഞ്ഞിപ്പലം ദേശീയപാത കാക്കഞ്ചേരി സ്പിന്നിംഗ് മില്ലിന് സമീപം നടന്ന വാഹനാപകടത്തിൽ നവദമ്പതികൾ മരിച്ചു. വേങ്ങര കണ്ണമംഗലം മാട്ടിൽ വീട്ടിൽ സലാഹുദ്ദീൻ, ഭാര്യ ഫാത്തിമ ജുമാന എന്നിവരാണ് മരിച്ചത്. ബുള്ളറ്റ് ടാങ്കർ ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായത്. 10 ദിവസം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. വയനാട് മക്കിയാട് എടത്തറ കോളനിയിലെ വെള്ളനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഞാറലോട് സ്വദേശി തടത്തിൽ കൊച്ച എന്ന വർഗീസിനെയാണ് മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിലുണ്ടായ തർക്കത്തിൽ വർഗീസ് ചുറ്റിക കൊണ്ട് വെള്ളന്റെ തലക്കടിക്കുകയായിരുന്നു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. വർക്കല സ്വദേശിയായ ജിനുവിനെയാണ് കൊട്ടാരക്കര എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. രഹസ്യ വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ജിനു പിടിയിലായത്. പച്ചക്കറികൾ കൊണ്ടുവന്ന മിനി ലോറിയിലാണ് കഞ്ചാവ് കടത്തിയത്. തമിഴ്നാട്ടിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത് എന്ന് ഇയാൾ എക്സൈസിനോട് സമ്മതിച്ചു. വർക്കലയിലെയും കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുമായി കിലോ കണക്കിന് കഞ്ചാവ് ഇയാൾ എത്തിച്ചു നൽകുന്നതായാണ് വിവരം. നെടുമങ്ങാട് അരിപ്പ ഉൾവനത്തിൽ ചാരായ വേട്ട. 105 ലിറ്റർ വ്യാജ ചാരായവും നാടൻ തോക്കും 700 ലിറ്ററോളം കോടയും അനുബന്ധ വാറ്റുപകരണങ്ങളുമാണ് പിടികൂടിയത്. സംഭവസ്ഥലത്ത് നിന്ന് കൊട്ടാരക്കര ചിതറ സ്വദേശി ഷൈജുവിനെ സംഘം കസ്റ്റഡിയിലെടുത്തു. പരിശോധനയ്ക്കിടെ 3 പേർ ആറ്റിൽ ചാടി രക്ഷപ്പെട്ടു. പ്രതിയെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. പയ്യന്നൂർ അമാൻ ഗോൾഡിനെതിരെ കൂടുതൽ നിക്ഷേപ തട്ടിപ്പ് പരാതികൾ. 15ഓളം പേർ ഇന്ന് പരാതി നൽകി. നിലവിൽ 6 പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് പയ്യന്നൂരിലെ അമാൻ ജ്വല്ലറിക്കെതിരായും ഉയർന്നുവരുന്ന പരാതി. 2014 മുതൽ നിക്ഷേപിച്ചവരും ഇതിൽ ഉൾപ്പെടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉള്ളവരാണ് പരാതിക്കാർ. അറ്റ്ലസ് ഗോൾഡ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനമാണ് പിന്നീട് അമാൻ ജ്വല്ലറി എന്ന പേരിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. സ്വർണവും പണവുമായാണ് ഉടമകൾ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. 2019 ജൂണിൽ ജ്വല്ലറി അടച്ചുപൂട്ടിയതോടെ പരാതി ഉയർന്നു. 22 പേർ തട്ടിപ്പിന് ഇരയായതായി പരാതിപ്പെടുന്നുണ്ട്. ഇനിയും കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നാണ് കരുതുന്നത്. ഈ 6 എണ്ണത്തിൽ ഏകദേശം 1/2 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള ഒരു പരാതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ വരാൻ സാധ്യത. ഇന്ന് കുറച്ച് പരാതി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ അവർ തന്ന പരാതിയിൽ കേസിന് ആസ്പദമായ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ അത് ചേർത്ത് അത് പെറ്റീഷൻ സ്വീകരിച്ച് ശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യ ദിവസം എത്തിയ 10 പരാതികളിൽ 6 എണ്ണത്തിലാണ് പോലീസ് കേസെടുത്തത്. ഇത് മാത്രം 1/2 കോടിയോളം രൂപ വരും. എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇൻവെസ്റ്റ് തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് അവർ വാങ്ങിച്ചിട്ട് റിട്ടേൺ എനിക്ക് അതിൻ്റെ കോപ്പി മാത്രം തന്ന്
1 മാസത്തിനുള്ളിൽ നിങ്ങളെ മുഴുവൻ ഇൻവെസ്റ്റ് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒറിജിനൽ വാങ്ങിച്ചു വെച്ചത്. പിന്നെ പലപ്പോഴായിട്ട് ഞാൻ അവിടെ ചെല്ലുകയും പിന്നെ അവരോട് ചോദിച്ചപ്പോൾ ഇന്ന് തരാം, നാളെ തരാം, പുതിയ ഞങ്ങൾ നിക്ഷേപം സ്വീകരിക്കുകയാണ്, പുതിയ ഞങ്ങൾ റിന്യൂ ചെയ്യുന്നുണ്ട് ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ ഉരുട്ടിപ്പോവുക, 1 വർഷത്തോളം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ പൂട്ടി പോകാനുണ്ടായത്. കൂടുതൽ പേരും നിക്ഷേപിച്ച തുക മടക്കി തരണമെന്നാവശ്യപ്പെട്ടാണ് പോലീസിനെ സമീപിക്കുന്നത്. ഇത് കേസെടുക്കുന്നതിൽ പോലീസിന് തടസ്സമാകുന്നുണ്ട്. അമാൻ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ PK മൊയ്തു ഹാജിക്കെതിരെയാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. സപ്ലൈകോ തുണിസഞ്ചി തട്ടിപ്പിൽ കുടുംബശ്രീ യൂണിറ്റുകൾക്കെതിരെ നടപടി. പാലക്കാട് മങ്കരയിലെ 3 കുടുംബശ്രീ യൂണിറ്റുകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. കുടുംബശ്രീ മിഷൻ ഡയറക്ടറുടേതാണ് നടപടി. നിലവാരം കുറഞ്ഞ തുണിസഞ്ചികൾ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്ക് വാങ്ങി സപ്ലൈകോയ്ക്ക് മറിച്ചു വിറ്റെന്ന് സപ്ലൈകോ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് 3 യൂണിറ്റുകളെയും കരിമ്പട്ടികയിൽപ്പെടുത്തിയതിന് പിന്നാലെയാണ് കുടുംബശ്രീ മിഷന്റെ നടപടി. നിലവാരം കുറഞ്ഞ സഞ്ചി വാങ്ങിയതിന് പാലക്കാട് സപ്ലൈകോ ഡിപ്പോ മാനേജർക്കെതിരെയും നടപടി വരും. ശിശുദിനത്തോടനുബന്ധിച്ച് റെഡ് ക്രോസ് സൊസൈറ്റി കോതമംഗലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ വെള്ളാരംകുത്ത് ആദിവാസി കോളനിയിലെ കുട്ടികൾക്ക് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. റെഡ് ക്രോസ് കോതമംഗലം താലൂക്ക് ചെയർമാൻ ജോർജ് എടപ്പാറ, റെഡ് ക്രോസ് സംസ്ഥാന മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് രാജൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ നാരായണൻകുട്ടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. വായാട്ടുപറമ്പ് അംഗൻവാടിയിൽ വൈസ്മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പരിപാടി വൈസ്മെൻ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ VV ജോസ് ഉദ്ഘാടനം ചെയ്തു. ദീപാവലി ദിനമായതിനാൽ മൺചിരാതുകൾ തെളിയിച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. നാട്ടിലെങ്ങും വോട്ടംഗം. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങിയതോടെ പതിവ് പോലെ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായുള്ള പാരഡി ഗാനങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നു. കോവിഡ് പ്രതിസന്ധി മൂലം മാസങ്ങളായി പുതിയ സിനിമാ പാട്ടുകൾ ഇറങ്ങാത്തത് പാരഡി നിർമ്മാതാക്കൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൊറോണ കാലമല്ലേ, മാസ്ക് ഇല്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് പാട്ട്? മലയാളത്തിലെ ഒടുവിലത്തെ തിയേറ്റർ ഹിറ്റായ അയ്യപ്പനും കോശിയിലെയും നഞ്ചമ്മയുടെ തട്ടുപൊളിപ്പൻ പാട്ട് LDFന്. ഇനി എതിരാളികൾക്ക് ചെറിയ തട്ടുകൊടുത്തുള്ള പാട്ട്. മലയാള മണ്ണിലെ സംഗീടെ വർഗീയ ബിരിയാണി വേവൂല, ആ വർഗീയ ബിരിയാണി വേവൂല. സംഗി 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 പോ പോ, കൊങ്ങി 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 പോ. 1000-ലധികം പാരഡി ഗാനങ്ങൾക്കാണ് സംഗീത സംവിധായകൻ അബ്ദുൽ ഖാദർ കാക്കനാടിന് ഇതുവരെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തെ മാസങ്ങൾ നീണ്ട വിരസതയ്ക്ക് ശേഷം ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങൾ. തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് കണ്ടു ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രാദേശികമായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങൾ ഫിക്സായി വന്നുള്ളൂ. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള 3 മുന്നണിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഓരോ വ്യക്തികളുടെ പേരിലുള്ള അല്ലെങ്കിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉള്ള പാട്ടുകൾ അടുത്ത ദിവസങ്ങളായിട്ട് അതിന്റെ റെക്കോർഡിംഗ് വരും. ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളും ഒക്കെ ഒഴിഞ്ഞ് ഫേസ്ബുക്ക് ലൈവുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഗായകർക്കും ഇത് ചാകരക്കാലം. സ്റ്റേജ് ഷോസ് ഒന്നും എല്ലാവർക്കും ഇപ്പോൾ ഇല്ലാത്തൊരു ടൈമാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ റെക്കോർഡിംഗ് മൊത്തത്തിൽ മാറി നിൽക്കുന്ന ടൈമിൽ ഈ ഒരു സംഭവം വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ആസ്വദിച്ചിട്ട് പാടാൻ എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുടെ മേന്മയും വികസനവും ഒക്കെയാണ് ആദ്യ വിഷയങ്ങൾ. എന്നാൽ പ്രചാരണം കൊഴുക്കുന്നതോടെ സ്വപ്നയും സരിതയും ശിവശങ്കറുമൊക്കെ പാരഡിയായി കളത്തിലെത്തുമെന്നുറപ്പ്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂരിലെ സ്ഥിരം സ്ഥാനാർത്ഥി ദമ്പതികളായ സമീർ പറമ്പത്തും ഭാര്യ സഫീറയും ഇത്തവണ മത്സരത്തിനില്ല. 3 തവണ ജയിച്ചവർ മാറി നിൽക്കണമെന്ന ലീഗിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് മാറി നിൽക്കുന്നത്. പ്രചാരണത്തിൽ സജീവമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ 3 തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ദമ്പതികളാണ് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സമീർ പറമ്പത്തും ഭാര്യ MK സഫീറയും.
കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലേക്കും മത്സരിച്ച് ജയിച്ച സഫീറ കഴിഞ്ഞ തവണ നാദാപുരം പഞ്ചായത്ത് പ്രസിഡന്റായി. വീട്ടുകാര്യങ്ങളും രാഷ്ട്രീയത്തോടൊപ്പം സുഗമമായി മുന്നോട്ടു പോയെന്ന് സഫീറ. വീട്ടിലെ തിരക്കുകൾ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. കാരണം 2005 മുതൽ തന്നെ ഈ ഫീൽഡിലായതുകൊണ്ട്, പിന്നെ അതിനിടയിൽ ജോലി കൂടി ചെയ്തതുകൊണ്ട് ഒരു രാവിലെയും വൈകുന്നേരമായിട്ട് ജോലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് മക്കൾ രണ്ടാളും. അതുകൊണ്ട് പരമാവധി അവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കൂത്തുപറമ്പ് ബ്ലോക്കിലും തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിലുമായി സമീറും 3 തവണ മത്സരിച്ച് ജയിച്ചു. മക്കളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും രാവിലെയും ഉച്ചക്കൊല്ലം ഞാനേതെങ്കിലും ഒരു സമയങ്ങളിൽ ഇവരെ വന്ന് കാണുകയും അവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യാറുള്ളത്. ഉമ്മയെയും ബാപ്പയെയും കൂടുതൽ സമയം അടുത്തു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ മക്കളായ ഷേസാദും ദിൽസാദും. ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങും മുമ്പേ ഒരു ചെറിയ ഇടവേള ആഘോഷിക്കുകയാണ് കുടുംബം. അരശലർ മാലിക്കുൽ ഹബീബ് ദിനാരും അരുവിയും മൂവഞ്ച് മൈതരുവോത്ത് അത് റാവിടുന്ത് നടന്ത് മുതിർത്ത്. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. പൂഞ്ഞാറിൽ ഇത്തവണ പേര് നോക്കി വോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പഞ്ചായത്ത് വാർഡുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 12ാം വാർഡിലാണ് വോട്ടർമാരെ കൺഫ്യൂഷനിലാക്കുന്ന സ്ഥാനാർത്ഥികളുള്ളത്. ഇവിടെ 3 മുന്നണി സ്ഥാനാർത്ഥികളുടെയും പേര് നിഷ എന്നാണ്. ഏത് നിഷയ്ക്ക് വോട്ട് ചെയ്യും? പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ 12ാം വാർഡ് സമ്മതിദായകർ ഇത്തവണ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇതാണ്. LDFും UDFും NDAയും സ്ഥാനാർത്ഥികളാക്കുന്നത് നിഷ എന്ന പേരുള്ളവരെ. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ LDF രംഗത്തിറക്കിയിരിക്കുന്നത് നിഷ സാനുവിനെ. BJPയുടെയും UDFിന്റെയും സ്ഥാനാർത്ഥികളും നിഷമാർ തന്നെയാണ്. അപ്പോൾ അതിനെ ഞാൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കാണുന്നു. കാരണം വർഷങ്ങളായിട്ട് LDFിന്റെ ഒരു മണ്ഡലമായ പഞ്ചായത്ത് വാർഡായ 12ാം വാർഡിലെ LDFിന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. അപ്പോഴത്തേക്കും പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നതിനാൽ കൈപ്പത്തി ചിഹ്നം ഓർമ്മിപ്പിച്ചാണ് UDF സ്ഥാനാർത്ഥി നിഷ ഷാജിയുടെ വോട്ട് പിടുത്തം. ഞാൻ ഈ നാട്ടുകാരിയാണ്, സ്കൂളിൽ അധ്യാപികയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം, അവർക്ക് തന്നെ നല്ല വിശ്വാസമുണ്ട്. ഇതേ തന്ത്രം തന്നെയാണ് NDA സ്ഥാനാർത്ഥി നിഷ വിജിമോനും പയറ്റുന്നത്. കൂടെ കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളും പറയും. 3 പേര് ഒന്നും തന്നെ വന്നതിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കയറുന്നിടത്തെല്ലാം ചിഹ്നം നോക്കി ചെയ്യാൻ അവരോട് പറയുന്നുണ്ട്. പേരെത്ര പഠിച്ചാലും ആശയക്കുഴപ്പം മാറില്ലെന്ന് വോട്ടർമാർ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ചിഹ്നം നോക്കിയാണ് വോട്ട്. ഏതായാലും ഏത് നിഷ ജയിക്കുമെന്ന സസ്പെൻസ് പൂഞ്ഞാറിൽ തുടരുകയാണ്. ന്യൂസ് 18 കോട്ടയം. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമാണ് ഫോട്ടോഗ്രാഫി മേഖല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സ്റ്റുഡിയോകൾ വീണ്ടും സജീവമായി. സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കാൻ എത്തിത്തുടങ്ങിയതോടെ മിക്ക സ്റ്റുഡിയോകളിലും തിരക്കേറി. തെരഞ്ഞെടുപ്പായതോടെ മുന്നണികൾ തിരക്കിലാണ്. സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ അടങ്ങിയ ബോർഡുകളും പോസ്റ്ററുകളും കവലകൾ തോറും വെക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫർമാരുടെ സേവനം കൂടിയേ തീരൂ. ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോകളിൽ നല്ല തിരക്കാണിപ്പോൾ. കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ ഒരു വിഭാഗമായിരുന്നു ഫോട്ടോഗ്രാഫി മേഖല. വിവാഹങ്ങളും ഉത്സവങ്ങളും അടക്കമുള്ള ആഘോഷങ്ങൾ ചടങ്ങുകളായി മാറിയപ്പോൾ ഇവർ വലിയ പ്രതിസന്ധിയിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇതിൽ മാറ്റം വന്നു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ബുദ്ധിമുട്ടിലായ ഫോട്ടോഗ്രാഫി, ഡിസൈനിങ്, പ്രിൻറ്റിംഗ് മേഖല ഏതാണ്ട് നിലച്ച മട്ടിലായിരുന്ന അവസരത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ വന്നിരിക്കുന്നത്. ധാരാളം സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കുവാനും ഡിസൈനിങ് ചെയ്യുവാനും പോസ്റ്ററുകൾ പ്രിൻ്റ് ചെയ്യുവാനും എത്തിയിരിക്കുന്നതിനാൽ ജില്ലയിലെ സ്റ്റുഡിയോകളിലും ഡിസൈനിങ് സെൻറ്ററുകളിലും പ്രിൻറ്റിംഗ് സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലായാലും മറ്റു പ്രചാരണങ്ങളിലായാലും സ്ഥാനാർത്ഥികൾക്ക് ഫോട്ടോ ഇല്ലാതെ മത്സരരംഗത്ത് കളമുറപ്പിക്കാനാകില്ല. ചിരിച്ചും ചെരിഞ്ഞും കൈയുയർത്തിയുമെല്ലാം ഫോട്ടോ എടുക്കുവാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ തന്നെ വേണം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടിയാകുന്നതോടെ ഇനിയും തിരക്ക് വർദ്ധിക്കും എന്ന പ്രതീക്ഷയിലാണ് സ്റ്റുഡിയോ ഉടമകളും ജീവനക്കാരും. ന്യൂസ് 18 തൊടുപുഴ.
തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റുകൾക്കെതിരെ പ്രമേയവുമായി KSU ജില്ലാ കമ്മിറ്റി. സ്ഥാനാർത്ഥിത്വത്തിന്റെ മാനദണ്ഡം പണമാകരുതെന്നും 3 പ്രാവശ്യം മത്സരിച്ചവരെ മാറ്റി നിർത്തി യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ നേതൃത്വം തയ്യാറാകണമെന്നും KSU ആവശ്യപ്പെട്ടു. ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് KSU ജില്ലാ കമ്മിറ്റി പേയ്മെന്റ് സീറ്റുകൾക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചത്. നാട്ടുവർത്തമാനം തുടരുന്നു. കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം മുറുകുന്നു. നെടുമ്പത്തൂരിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 11 പാർട്ടി അംഗങ്ങൾ രാജിവെച്ചു. നീലേശ്വരം, കുറുമ്പാലൂർ, നെടുമ്പത്തൂർ വാർഡുകളിലെ പാർട്ടി അംഗങ്ങളാണ് രാജിവെച്ചത്. സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിലെ തർക്കമാണ് കാരണം. ഹരിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോഴിക്കോട് ചെങ്ങോട്ടുമല സംരക്ഷണ സമിതി നിന്ന് ഒരു സ്ഥാനാർത്ഥിയും രംഗത്ത്. ഖനന നീക്കത്തിനെതിരെ ചെങ്ങോട്ടുമല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 3 വർഷമായി പ്രദേശവാസികൾ സമരരംഗത്താണ്. ജോബി കളക്കലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്തുള്ളത്. ചെങ്ങോട്ടുമലയിൽ ഖനനം നടത്താൻ നീക്കം തുടങ്ങിയതു മുതൽ കോട്ടൂർ, കായണ്ണ, നൊച്ചാട് പഞ്ചായത്തുകളിലെ ജനങ്ങൾ സമരത്തിലാണ്. കോട്ടൂർ പഞ്ചായത്തിലെ ജനങ്ങളെയാണ് ഖനനം കാര്യമായി ബാധിക്കുക. LDF ആണ് ഇവിടെ ഭരിച്ചിരുന്നത്. മഞ്ഞൾ കൃഷിക്കെന്ന പേരിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ ഡെൽറ്റ ഗ്രൂപ്പ് കരിങ്കൽ ഖനനമാണ് ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കിയതോടെ 3 വർഷമായി സംയുക്ത സമരസമിതി സമരത്തിലാണ്. സമരസമിതിയിലെ സജീവ പ്രവർത്തകനായ ജോബി കളക്കലാണ് കോട്ടൂർ പഞ്ചായത്ത് 4-ാം വാർഡിൽ മത്സരിക്കുന്നത്. 3000-ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഖനന പദ്ധതിക്കെതിരെയുള്ള സമരമാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ജോബി കളക്കൽ. 3 വർഷക്കാലമായി ഞങ്ങൾ ചെയ്യുന്ന സമരം, ഇവിടുത്തെ ഒരു ജനത മുഴുവൻ നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമരസമിതി തീരുമാനിച്ചപ്പോൾ ഇതും എൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരു സമരം തന്നെയാണ്. സമരസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിയാവാൻ കാരണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായാണ് സമരരംഗത്തുണ്ടായിരുന്നത്. പിന്നീട് CPM പിന്മാറി. LDF സ്ഥാനാർത്ഥിയായി KP ദാമോദരനും BJP സ്ഥാനാർത്ഥിയായി ശ്രീരാജും മത്സരരംഗത്തുണ്ട്. UDFന് ഇവിടെ സ്ഥാനാർത്ഥിയില്ല. പകരം ജോബിയെ പിന്തുണയ്ക്കും. KTN കോട്ടൂരിൻ്റെ എഴുത്തും ജീവിതവും പിറന്ന മണ്ണിൻ്റെ നിലനിൽപ്പിന് രാഷ്ട്രീയ വൈരം മറന്ന് നാട് കൈകോർക്കുമെന്ന പ്രതീക്ഷയിലാണ് ജോബി. ശ്രീജിത്ത് C കല്ലുമുട്ടിക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. 12 വർഷമായി റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി കോതമംഗലം മിനിപ്പടി കള്ളാട് നിവാസികൾ. മാറി മാറി വരുന്ന നഗരസഭാ ഭരണസമിതികളുടെ അവഗണനയ്ക്കെതിരെ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. കോതമംഗലം ചേലാട് പ്രദേശത്തെ മിനിപ്പടി കള്ളാട് റോഡ് തകർന്നിട്ട് കാലമേറെയായി. ഇതുവഴി യാത്ര ചെയ്താൽ നടുവൊടിയുമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മുനിസിപ്പാലിറ്റിയിലെ 5, 6, 7 വാർഡുകളിലെ 500-ലധികം കുടുംബങ്ങൾ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 2 കിലോമീറ്ററോളമാണ് കുണ്ടും കുഴിയുമായി സഞ്ചാരയോഗ്യം അല്ലാതായിരിക്കുന്നത്. പലതവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇരു ഭരണകക്ഷി പ്രതിപക്ഷ എല്ലാവരോടും ഇവിടെ ഞങ്ങൾ പരാതി പറഞ്ഞ് തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതുവരെയായിട്ട് അനുകൂലമായ ഒരു നിലപാടുണ്ടായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ഈ തവണത്തെ ഇനിയുള്ള ഇലക്ഷനുകളിലെല്ലാം വോട്ടും ഞങ്ങൾ നോട്ടൊക്കെയാണ് ചെയ്യുന്നത്. അത് ഇവിടെ ഈ 500 കുടുംബങ്ങളുണ്ട് ഇതിൻ്റെ 2 സൈഡിലും. എല്ലാവരും കൂടി എടുത്താണ് തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. ഇതിനകത്ത് യാതൊരു മാറ്റവും. ഒരു വാഹനം പോലും ഓട്ടം വിളിച്ചാൽ വരാതെയായി. മഴ പെയ്താൽ അപകടങ്ങൾ ഉറപ്പ്. പരാതി നൽകി മടുത്തുവെന്ന് നാട്ടുകാർ. ഇനി സമരമല്ലാതെ മറ്റ് മാർഗമില്ലെന്നും നാട്ടുകാർ പറയുന്നു. News 18 കോതമംഗലം. റോഡില്ലെങ്കിൽ വോട്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം ആദിവാസി കോളനി വാസികൾ. ഇക്കുറി വോട്ട് ചെയ്യില്ലെന്ന് പറയുന്നവരിൽ നിലവിലെ പഞ്ചായത്ത് അംഗം വരെയുണ്ട്. പന്തീരായിരം ഉൾക്കാടിനോട് ചേർന്നാണ് പാലക്കയം ആദിവാസി കോളനി. ഏറ്റവും അടുത്തുള്ള അകമ്പാടം അങ്ങാടിയിലെത്താൻ 11 കിലോമീറ്റർ ഉണ്ട്. അതിൽ തന്നെ 5 കിലോമീറ്റർ ദൂരം ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നടക്കാൻ പോലും കഴിയാത്ത ഈ വഴിയിലൂടെ പോകാൻ ജീപ്പിന് ഇരട്ടി കൂലി നൽകണം. സൗജന്യ റേഷൻ വാങ്ങിവരാൻ 1200 രൂപ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. ആശുപത്രിയിൽ പോകേണ്ടി വരുന്നവർ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഈ ദുരിതം നേരിട്ട് അനുഭവിക്കുന്നു. കോളനി നിവാസികൾക്ക് ആ സൗജന്യ റേഷൻ എന്ന് പറയാൻ പറ്റുന്നില്ല. പാലക്കായ നിവാസികൾക്ക് റേഷൻ കടയിൽ പോകാൻ 600 രൂപ, തിരിച്ചിങ്ങോട്ട് വരാനാ അങ്ങനെ 1200 രൂപ ഒരു മാസം റേഷന്. വെറ്റില കൊല്ലിക്കാർക്ക് 1200 രൂപ റേഷൻ കടയിലേക്ക് എത്താനും
റേഷൻ മേടിച്ച് തിരിച്ച് കോളനിയിലെത്താനും 1000, അങ്ങനെ 2400 രൂപ. വെണ്ണക്കോട് എത്തണം, ഒരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ. അവിടുന്ന് അകമ്പാടം വരെ എത്തണമെങ്കിൽ 150 റുപ്യ വേണം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പൈസയാവും. ബുക്കിന് തന്നെ 300 രൂപ. 2017 റോഡ് നിർമ്മിക്കാൻ ഫണ്ട് പാസ്സായി. നിർമ്മാണോദ്ഘാടനം ആഘോഷമായി നടത്തി. പക്ഷേ റോഡ് മാത്രമായില്ല. ഇങ്ങനെ കുറേ ദൂരം കരിങ്കൽ പാകി വെച്ചു. അതിപ്പോൾ ദുരിതം ഇരട്ടിയാക്കുകയാണ്. പഞ്ചായത്ത് അംഗമായിട്ട് പോലും റോഡ് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോളനിവാസിയായ കൃഷ്ണൻ പറയുന്നു. അധികൃതർ വേണ്ട നടപടിയെടുക്കുന്നില്ല. അതുകൊണ്ട് ഇക്കുറി വോട്ട് ചെയ്യില്ലെന്ന കടുത്ത തീരുമാനത്തിലാണ് ഈ വാർഡംഗവും കോളനിവാസികളും. ഇപ്പോൾ നമ്മൾ ആർക്കും വോട്ട് ചെയ്യാത്ത ഇക്കുറി ഞങ്ങൾ വോട്ടിന് ബഹിഷ്കരിക്കാനുള്ളൊരു പദ്ധതി കൂടിയാണ് നിൽക്കുന്നത്. റോഡിന്റെ എന്തെങ്കിലും തീരുമാനം എല്ലാത്തും ഞങ്ങൾ പറയാം, രേഖാമൂലം വേണം. രേഖാമൂലം റോഡിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നമ്മളെ മുന്നിൽ കൊണ്ടുവരണം. അപ്ലൈ നമ്മൾ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഈ കോളനിയിൽ മാത്രം 162 വോട്ടുകളാണുള്ളത്. ന്യൂസ് 18 മലപ്പുറം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-നാണ് നട തുറക്കുക. തുടർന്ന് പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കും. 16-ന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്ന് പൂജകൾ ആരംഭിക്കുന്നത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ഭക്തരെ മാത്രമേ സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ 1000 പേരെയും വാരാന്ത്യങ്ങളിൽ 2000 പേരെയും വിശേഷ ദിവസങ്ങളിൽ 5000 പേരെയും ദർശനം നടത്താൻ അനുവദിക്കും. ഡിസംബർ 26-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ.